ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നാടൻ കോളിഫ്ലവർ മസാലയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ രീതിയിൽ അതിനെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു 10 മിനിറ്റോളം വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിതാ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു ഭാഗത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നാടൻ രീതിയിലായതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ തന്നെ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാളയും കൂടെ നേരിയതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഗോൾഡൻ കളർ ആകുന്ന ടൈമിൽ നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഇത്തിരി വെള്ളമൊന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയം വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതിയാകുമേ. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മൊത്തത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കോളിഫ്ലവറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു സമയം തന്നെ നമ്മളിതിലേക്കുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്കിനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ പീസാക്കി കട്ട് ചെയ്തുകൊണ്ട് തന്നെ കോളിഫ്ലവറൊക്കെ ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെന്ത് കിട്ടിയിട്ടുണ്ടാവുമേ. ആ ഒരു സമയം നമുക്കിതാ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ഗ്രേവിയോടൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിലെടുക്കാം. ഇനിയിപ്പോൾ ഗ്രേവിയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്